മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. രാവിലെ മുതൽ ഹൗസിനുള്ളിൽ നടക്കുന്നൊരു പ്രശ്നമാണ് നമ്മുടെ റെനയും ആര്യനും തമ്മിലുള്ളത്. അതായത് ഇന്നലെ നൈറ്റ് നടന്നൊരു സംഭവമാണ്. ആ സംഭവത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ് പലരും ഇപ്പോൾ. അങ്ങനെ ബെഡ്റൂമിലിരുന്ന് സംസാരിക്കുകയാണ് നമ്മുടെ അനുമോള്, ആദില, നൂറ, ബിന്നിയൊക്കെ. അപ്പോൾ ഷാനവാസം ഉണ്ട് ആ സമയത്ത് നമ്മുടെ അനുമോള് പറയുന്നത്, ആര്യൻ്റെ ഇൻറ്റൻഷൻ ശരിയല്ല, എനിക്കവനെ നല്ലതുപോലെ അറിയാം, അവൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ ഡബിൾ മീനിങ് പറയാറുണ്ട്, അവൻ്റെ മനസ്സിലിരിപ്പ് തെറ്റാണെന്നൊക്കെയാണ് അനുമോള് ഇപ്പോൾ പറയുന്നത്. പക്ഷേ റെന വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, അൺകംഫർട്ടബിൾ ആയിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ തെറ്റായ ഇൻറ്റൻഷനോട് കൂടിയാണ് ആര്യൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. പക്ഷേ അനുമോള് പറയുന്നത്, ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ആരെങ്കിലും ഇതൊരു വലിയ പ്രശ്നമാക്കിയോ എന്നാണ്. അതായത് അനുമോൾക്ക് ഇപ്പോൾ ആര്യനും റെനയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാക്കണമായിരുന്നു. എന്നാൽ രാവിലെ എല്ലാവരും ചേർന്ന്, അതായത് അക്ബറും ജിഷിൻ ചേട്ടനും എല്ലാം ചേർന്ന് അത് ഒതുക്കി തീർത്തു എന്നാണ് അനുമോള് പറയുന്നത്. കാരണം ആര്യൻ തെറ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് റെനയോട് അങ്ങനെ പെരുമാറിയത് എന്നാണ് അനുമോള് പറയുന്നത്. ആര്യൻ റെനയോട് ചെയ്തത് തെറ്റാണെന്ന് പറയാം, അത് ഓക്കെ, അത് പലരും പറയുന്നുണ്ട് അത് തെറ്റാണെന്ന്. പക്ഷേ തെറ്റായ വിചാരം മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് എങ്ങനെ അനുമോൾക്ക് പറയാൻ സാധിക്കുമെന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. അനുമോള് ഭയങ്കരം ജഡ്ജ്മെൻ്റലാണ്. അതെപ്പോഴും ശരിയാകണമെന്നില്ല. കാരണം ഇത് ചിലപ്പോൾ തിരിഞ്ഞ് അനുമോൾക്ക് തന്നെ പണിയാവാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് അനുമോളെ ആദിലയും നൂറയും ഷാനവാസൊക്കെ വഴക്ക് പറയുന്നുണ്ട്. അവസാനം അനുമോള് കരച്ചിലാവുന്നുണ്ട്. എന്നിട്ട് അനുമോള് പറയുന്നത്, പണ്ട് ഇവർ തമ്മിൽ, അതായത് ഈ മലയാളം ബിഗ് ബോസ് സീസൺ തുടങ്ങിയ സമയത്ത് കാഞ്ചനയും മൊയ്തീനുമായി ആര്യനും അനുമോളും അഭിനയിച്ചിരുന്നു. ആ സമയത്ത് അനുമോളൊന്ന് അടുത്ത് ഇടപഴകിയപ്പോൾ, അതായത് അഭിനയിക്കുന്നതിൻ്റെ സമയത്ത് അടുത്ത് ഇടപഴകിയപ്പോൾ അതൊരു ക്രഷായിട്ട് ആര്യൻ കണക്കാക്കി. അതുകൊണ്ട് അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാമെന്നാണ് അനുമോള് പറയുന്നത്. പക്ഷേ അതൊന്നും മനസ്സിൽ വെച്ചല്ല ആര്യൻ റെനയോട് അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റെനയും ആര്യനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതായിരുന്നു. റെനയെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണ് ആര്യൻ ഇങ്ങനെ. എന്തായാലും അനുമോൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. കൂടാതെ ആരും ഇതൊരു പ്രശ്നമാക്കാത്തതിലും അനുമോൾക്ക് പ്രശ്നമുണ്ട്. അവസാനം ആദില പറയുന്നത്, നിനക്ക് പ്രശ്നമാക്കണമായിരുന്നെങ്കിൽ നീ എന്തിനാ എല്ലാവരെയും കൂട്ടുപിടിക്കുന്നത്? നിനക്ക് പോയി സംസാരിക്കായിരുന്നു, നിനക്ക് പറയാമായിരുന്നു, നിനക്ക് പ്രശ്നമാക്കാമായിരുന്നു. അല്ലാതെ ജിഷിൻ ചേട്ടനും ഷാനവാസൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുമല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദിലയും അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവസാനം എന്തായാലും അനുമോള് പൊട്ടിക്കരയുന്നു. ആ സമയത്ത് ഈ വഴക്ക് പറഞ്ഞ ആദിലയും നൂറയും തന്നെയാണ് പോയി അനുമോളെ ആശ്വസിപ്പിക്കുന്നതും. എന്തായാലും ആര്യനും റെനയുമായിട്ടുള്ള ഒരു പ്രശ്നം റെനയ്ക്ക് അതൊരു വലിയ ഇഷ്യൂ ആക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു സോറി പറഞ്ഞ് ഒതുക്കി തീർത്തിരിക്കുകയാണ്. എന്നാൽ ബിന്നിക്കും അനുമോൾക്കും ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമാക്കണമെന്നുള്ള തീരുമാനത്തിലാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.